ഒറ്റപ്പാലം വിജയമാതാ സ്കൂളിലെ സ്പോർട്സ് ഡേക്ക് ട്രോഫികൾ നൽകാനെത്തിയ ആളെ കണ്ട് കുട്ടികളും ചടങ്ങിനെത്തിയ വിശിഷ്ട വ്യക്തികളും അമ്പരന്നു. അമ്പരപ്പ് പിന്നീട് കൗതുകമായി. സ്കൂളിലെ കുട്ടികൾ നിർമ്മിച്ച റോബോട്ടാണ് വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തത്. ആ കൗതുക കാഴ്ചയിലേക്ക്. ഇതായിരുന്നു ആ കാഴ്ച. സ്കൂളിലെ അഡൽട്ട് തിങ്കറിംഗ് ലാബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച റോബോട്ടാണ് സ്പോർട്സ് ഡേയിലെ ട്രോഫി വിതരണ ചടങ്ങിനെത്തിയത്. വേദിയിൽ വിജയികളുടെ പേര് പ്രഖ്യാപിക്കുന്നതിനനുസരിച്ച് റോബോട്ട് ട്രോഫിയുമായി മുന്നിലെത്തി അത് കൈമാറുന്ന കാഴ്ച ചടങ്ങിന്റെ പ്രധാന ആകർഷണമായി. സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ ബിയോൺ പി സാം, അഭിനവ് ബിനു, റിനാൾഡ് ജെ, ബസുദേവ് അനീഷ്, ആദിത്യൻ കെ ഷിജു, റോയിസ് കെ ജോസഫ് എന്നീ മിടുക്കന്മാരാണ് റോബോട്ടിന്റെ സൃഷ്ടിക്ക് പിന്നിൽ. ചിപ്പുകൾ, ആർഡിനോ മോട്ടോറുകൾ, ഡ്രൈവറുകൾ, ബ്ലൂടൂത്ത് ചിപ്പ് തുടങ്ങിയവയാണ് നിർമ്മാണത്തിനായി പ്രധാനമായും ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം ട്രോഫി ഇപ്പോൾ ഒരു സ്റ്റേജിൽ നമുക്ക് ട്രോഫി കണ്ടും ഡെലിവർ ചെയ്യാം. പിന്നെ മെഡിക്കൽ ഫീൽഡിലൊക്കെ വളരെയധികം ഉപയോഗം വരുന്നതാണ്. ഹോട്ടലിലൊക്കെ ആണെങ്കിലും ഫുഡൊക്കെ ടേബിളൊക്കെ നമുക്ക് കൊടുത്തു വിട്ടാൽ മതി. ഫോണിൽ നമുക്ക് കോഡ് ചെയ്താൽ മതി. നമുക്ക് ഇന്ന ടേബിളിൽ എത്തിച്ചു കൊടുക്കും. ഡെലിവറി ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ഇപ്പം കൊറോണ സമയത്ത് നമുക്ക് അധികം നമുക്ക് ഉപയോഗം ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ ചിന്തയും സാങ്കേതിക വിദ്യയോടുമുള്ള താല്പര്യവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോബോട്ട് നിർമ്മിച്ചതെന്ന സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റിൻസ SABS പറഞ്ഞു. AI യൂസ് ചെയ്ത് അവർ വെയിറ്റുകൾ കുറച്ചും കൂടെ ആഡ് ചെയ്തു. സ്പീഡ് കുറവായിരുന്നു ആദ്യ സമയങ്ങളിൽ, പക്ഷേ സ്പീഡ് കൂട്ടി ഇവർ നന്നായിട്ട് അത് ഇന്നോവേറ്റീവായിട്ട് ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ ചെയ്ത് ആ ഫംഗ്ഷനിൽ തന്നെ ഒരു ഡിലേയും വരാതെ ട്രോഫികൾ കൊണ്ടുവരാനായിട്ട് ഈ AI റോബോട്ടിക്സ് മൂലം കുട്ടികൾക്ക് സാധിച്ചു. റോബോട്ടിന്റെ പ്രം മോഡലാണ് നിലവിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ഓട്ടോമാറ്റിക് വേർഷൻ നിർമ്മിക്കുവാനുള്ള പണിപ്പുരയിലാണ് കുട്ടികൾ. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.